ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ജൂൺ മാസം പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ജൂലൈ 1. മന്ത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ രാവിലെ ഓഫീസിൽ കുറച്ച് വർക്ക് ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നേരം 9:45. ഇന്നത്തെ ജോലി എന്താന്ന് വെച്ചാൽ ഇന്ന് ഒരു കസ്റ്റമർ അടുത്ത് പോകാനുണ്ട്. ഞങ്ങളെ കൂടെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ക്ലൈൻ്റാണ് അവർ. അവരെ കുറച്ച് സ്ഥാപനങ്ങളുടെ കോൺട്രാക്റ്റ് എക്സ്പയറി ആയിട്ടുണ്ട്, മെയിൻ്റനൻസ് കോൺട്രാക്ട്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് പോയിട്ടുണ്ട്. വിടാൻ പാടില്ല ഒരിക്കലും. നമ്മളായിട്ട് ഒരു ക്ലയൻറ്റിൻ്റെ കോൺട്രാക്റ്റ് റിന്യൂവലിന് വേണ്ടിയിട്ട് അവർ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കും. നമ്മളതിന് മുമ്പേ എത്ര നേരത്തെ ഓർമ്മിച്ചിട്ട് അത് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇത് എൻ്റെ നോട്ടിൽ നിന്ന് വിട്ടുപോയി. രാവിലെ വിളിച്ചപ്പോഴാണ് അത് ഓർമ്മ. അങ്ങനെ ആ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് അവർ കാണാൻ പോകും. അതാണ് ആദ്യത്തെ പരിപാടി. രണ്ടാമത്തെ പരിപാടി ഇതേപോലെ തന്നെ എക്സ്പയറി ആയ ഒരു കോൺട്രാക്റ്റ് ക്ലൈന്റ് പറഞ്ഞത് പ്രകാരം കുറച്ച് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് അത് കൊണ്ടേ കൊടുക്കാൻ. അപ്പോൾ രണ്ടാമത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണം. പിന്നെ മൂന്നാമത്തെ പരിപാടി കുറച്ച് കാലമായിട്ട് ഞങ്ങളുടെ കൂടെയുള്ള ക്ലൈൻ്റാണ്. പക്ഷെ പേയ്മെൻറ്റ് കുറച്ച് പൈസ കിട്ടാനുണ്ട്. അതൊന്ന് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ നോക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് അവരെ കാണാൻ വേണ്ടി പോകണം. അങ്ങനെ 3 പരിപാടിയാണ് ഇന്ന് നോട്ടിലുള്ളത്. പിന്നെ നോട്ട് ചെയ്യാത്തൊരു പരിപാടി അതെന്താ വെച്ചാൽ ഒന്ന് വെട്ടണം. പക്ഷെ ഇങ്ങോട്ടെല്ലാം പോണതിന് മുമ്പേ ഒരു ചായ വേണം. ഒരു ചായ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ മാത്രമേ ഇന്നത്തെ ആ ഒരു സ്റ്റാർട്ടിങ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, റിലേ പോണ പോലെ എത്തുള്ളൂ. ഇന്ന് ഞാൻ ചായ വാങ്ങാൻ പോകുന്നത് ഹി ഹോട്ടലിൽ നിന്നാണ് കേട്ടോ, തമിഴ്നാട് റെസ്റ്റോറൻറ്റ്. നല്ല സൂപ്പർ ചായ കേട്ടോ, അടിപൊളി ചായ. ഇങ്ങനത്തെ ചായ കണ്ടിട്ടുള്ളത് നമ്മൾ നാട്ടിൽ തമിഴ്നാട്, കർണാടക, അങ്ങനെ നോർത്ത് ഇന്ത്യയിലെല്ലാം പോകുമ്പോഴാണ് ഇതേ ടൈപ്പ് ചായ കണ്ടിട്ടുള്ളത്. ഇഞ്ചിയെല്ലാം ഇട്ടിട്ടുള്ള മസാല ചായ, ചെറിയൊരു മസാലയുടെ ടേസ്റ്റും. പിന്നെ ഈ കടയിൽ നിന്നുള്ള ചായയുടെ പ്രത്യേകത മധുരം കൂടുതൽ ഉണ്ടാവില്ല. ഖത്തറിൽ പൊതുവെ ചായക്ക് ഭയങ്കര മധുരമാണ്. എവിടെ പോയി കഴിഞ്ഞാൽ ഏത് കഫ്റ്റീരിയ പോയാലും ഹോട്ടലിൽ പോയാലും നല്ല മധുരം ഇട്ട് ഓൾറെഡി സെറ്റാക്കിയ ചായയാണ് ഇവിടെ എല്ലാം ഉണ്ടാവുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ, ഇവിടെ കുറഞ്ഞ മധുരത്തിലുള്ള ചായ. ഇന്ന് നല്ല പൊടിക്കാറ്റുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും അസുഖം വരാൻ, ജലദോഷമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. ആദ്യത്തെ ക്ലൈന്റ് അടുത്ത് പോവാണ്. അവർ ഓഫീസുള്ളത് ഇവിടെയാണ്, ദോഹാസു. ഇതൊരു ചെറിയ മാളാണ്, ഇതിൻ്റെ ഉള്ളിലാണ് അവരുടെ ഓഫീസ്. ഇവിടെ പോവുക, 2 കോൺട്രാക്റ്റ് ഉണ്ട്, അത് കൊടുക്കുക. ഇന്നത്തെ പരിപാടി. Floor. ഇങ്ങനെ കാണാൻ രസമുള്ള സ്റ്റൈലും സംഭവമല്ല. Looking so beautiful. അങ്ങനെ അവർക്ക് കോൺട്രാക്ട് കൊടുത്തു. സ്പെഷ്യൽ കഫ്റ്റീരിയ
ഇതാണ് ദോഹ സൂക്ക് മാൾ. ചെറിയൊരു മാളാണിത്. ചെറിയ ചെറിയ ഷോപ്പ്, കിയോസ്ക് എല്ലാം ഉണ്ട്. ഒരുപാട് കിയോസ്ക് കാണാം. കുറച്ചപ്പുറം ഫാമിലി സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അടുത്തായിട്ട് ചെറിയൊരു വാട്ടർ ഫൗണ്ട്. അടിപൊളി മാളാണ് കേട്ടോ. ചെറുതാണേലും നല്ല സ്പേസ് ഉള്ള മാളാണ്. ചില മാളിൽ പോയി കഴിഞ്ഞാൽ കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇത് കുറച്ച് സ്പേസ് ഉള്ള മാളാണ്. അങ്ങനെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഒരു എം ഐയുടെ 8 Pro ടാബ്. 8 Pro ടാബിൻ്റെ വില ഒന്ന് നോക്കണം. ഇതിൻ്റെ തൊട്ടപ്പുറമായിട്ട് ഒരു എം ഐയുടെ ഷോറൂം ഉണ്ട്. ഇവിടെ പോയിട്ട് അതിൻ്റെ വില ഒന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് പറ്റിയതാണേൽ വാങ്ങാം. ഇപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം നല്ല വില കൂടിയിട്ടുണ്ട്. ചിപ്പൊക്കെ മാർക്കറ്റിൽ കിട്ടാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ നല്ല വിലയാണ്. ഇപ്പോൾ എം ഐൻ്റെ ഷോറൂം എത്തി പോയി നോക്കട്ടെ എന്താണ് അവിടെ ഉണ്ടോ. ഇപ്പം ചില മോഡലൊന്നും പ്രൊഡക്റ്റ് ഒന്നും മാർക്കറ്റിൽ കിട്ടാനില്ല. ഒന്നാമത് ഈ ഷിപ്പിങ്ങിൻ്റെ പ്രശ്നം, നമ്മുടെ യുദ്ധത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം ഇതൊക്കെ കൂടെ ആയിട്ട് സാധനങ്ങൾ കിട്ടാനില്ല. എം ഐയുടെ ഷോറൂം അപ്പോൾ അത് നോക്കിയിട്ട് വന്നു. കുറച്ച് പ്രൈസ് കൂടിയിട്ടുണ്ട്. 2600 റിയാലായി. പക്ഷെ ഇപ്പോൾ പ്രൊമോഷൻ ഉണ്ട്, 2350 റിയാലിന് തരാമെന്ന്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 2350 റിയാലിന് അതിൽ കീപാഡ് ഇല്ല, പെന്ന് തരില്ല. ഇത് മാത്രമേ തരുള്ളൂ, പാഡ് മാത്രമേ തരുള്ളൂ. കുറച്ച് കാത്തിരിക്കണം, വെയിറ്റ് ചെയ്തിട്ട് പിന്നെ വാങ്ങണം. ഓക്കെ, നോക്കാം. അടുത്തത് വേറൊരു മാളിൽ പോയി നോക്കട്ടെ. ആ മാളിൻ്റെ പേര് മാൾ തന്നെയാണ്, ദ മാൾ. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വേറൊരു കോൺട്രാക്റ്റ് കൊടുക്കാനുണ്ട്. അത് ഒരുപാട് മുമ്പ് എക്സ്പയറി ആയതായിരുന്നു. എന്നിട്ടും അവർ പറഞ്ഞ് കുറച്ച് ഹോൾഡ് ചെയ്യും, കുറച്ച് ഫിനാൻഷ്യൽ പ്രശ്നമുണ്ട്, കുറച്ച് ഹോൾഡ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ കാത്തിരുന്നതാണ്. ആ കാത്തിരിപ്പ് ഒരു 6 മാസത്തോളം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒരു വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കോൺട്രാക്ട് ചെയ്തിട്ട് വാ, നമുക്കത് സൈൻ ചെയ്യാമെന്ന്. ഇന്ന് നല്ല ചൂടുള്ള ദിവസമാണ്. മാത്രമല്ല നല്ല പുഴുങ്ങലുണ്ട്, ഹ്യൂമിഡിറ്റി കൂടുതലാണ്. ഈ മാളും ഇതിൻ്റെ പാർക്കിങ്ങും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഗ്രീനറി ഉള്ള പാർക്കിംഗ് ഉണ്ട്. ഒരു ചെറിയൊരു പാർക്ക് പോലെ തന്നെ ഇതിൻ്റെ പാർക്കിംഗ് ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് മരങ്ങളും വലിയ മരങ്ങളും ഗാർഡനൊക്കെ ആയിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പാർക്കിംഗ്. സാധാരണ പാർക്കിംഗ് ഇങ്ങനെയല്ല ഉണ്ടാവാറ്, ടെൻ്റ് അടിച്ചിട്ടൊക്കെയാണ് ഉണ്ടാവാറ്, അല്ലെങ്കിൽ ഓപ്പൺ സ്പേസ്. പക്ഷേ ഇതങ്ങനെയല്ല. ഒരുപാട് മുമ്പ് വളർത്തിയ മരങ്ങൾ, ആൽമരം കണ്ടോ നമ്മുടെ നാട്ടിലെ ആൽമരം. ഇവിടെ അങ്ങനെ കാണാറില്ല. ഇത്രയും ഇത് ചെറിയ ആൽമരമാണ്, പക്ഷേ ഇത്ര ചെറിയ മരം പോലും ഇവിടെ കാണാറില്ല. ഇതിൻ്റെ ഉള്ളിലാണ് എൻ്റെ ഇവിടെയുള്ളൊരു ഷോപ്പിൻ്റെ പേര് എനിക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അതാണ് എക്സ്പയറി ആയിട്ടുള്ളത്. അതിൻ്റെ റിന്യൂവലിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്.
കയ്യോടെ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് തന്നു. കറക്റ്റ് നേരത്തെ തന്നെ ഞാൻ പോയത്. മാനേജർ അവിടെ ഉണ്ടായിരുന്നു. മാനേജർ സൈൻ ചെയ്ത് സ്റ്റാമ്പ് ചെയ്തിട്ട് തന്നു തിരിച്ചു. അപ്പോൾ ഇനി ഇവർ ഫെസിലിറ്റി ഞങ്ങൾ അണ്ടറിലായിരിക്കും മെയിൻ്റനൻസ്. അപ്പോൾ ഇന്നത്തെ 2 പരിപാടിയും വളരെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട്. പിന്നെന്താ മുമ്പേ പറഞ്ഞത്, ഒരു പേയ്മെൻറ്റ് ഫോളോ അപ്പ് അല്ലേ. ഇനി ഇപ്പോൾ പോകാൻ നേരമല്ല, അതിന് ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചൻ്റെ ശേഷം വെയിലൊന്ന് വെച്ചാൽ ആറിയിട്ട് പോകണം. അവരും ലഞ്ചെല്ലാം കഴിഞ്ഞ് 2:30 റീ ഓപ്പൺ. നേരം 11:52. ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് പോകാം.